ബെസ്റ്റ് വാച്ചസ് ഓഫ് ദി ഇയർ 2023 ഈ വർഷം ഞാൻ കണ്ട അക്രോസ് ഓൾ പ്ലാറ്റ്ഫോംസ് OTT ആവട്ടെ തിയേറ്ററിലാവട്ടെ ഞാൻ കണ്ട ഏറ്റവും ബെസ്റ്റ് പടങ്ങൾ 15 ഉണ്ട്. ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് 15 തൊട്ട് 1 വരെ പോകുന്നതായിരിക്കും. ഇതിലിപ്പോൾ ഉള്ള 2 ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ, 1 ഞാൻ ഈ വർഷം കണ്ട സിനിമ ആയിരിക്കണം, 2 എൻ്റെ ചാനലിൽ ഇതിന് റിവ്യൂ വന്നിട്ടുണ്ടാവണം. തികച്ചും പേഴ്സണൽ ആയിട്ടുള്ള ലിസ്റ്റാണ്. അപ്പം നിങ്ങളെ ഫേവറേറ്റ് വാച്ചസ് ഓഫ് ദ ഇയർ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കാൻ. ഡു കൺസിഡർ സബ്സ്ക്രൈബിങ് ഇഫ് യു ലൈക്ക് മൈ കണ്ടന്റ്. 15 കൂടുതൽ നല്ല പടങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ബാക്കി 15 ടോപ്പ് 15 കയറാൻ പറ്റാത്തതിനൊക്കെ ഓണറബിൾ മെൻഷൻസ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്പർ 15 കാതൽ ദി കോർ. വൈ? ബിക്കോസ് ഈ സിനിമ കൺവേ ചെയ്ത മെസ്സേജ്, അതിലെ പെർഫോമൻസ്, ജ്യോതിക, മമ്മൂട്ടി എസ്പെഷ്യലി, ആൻഡ് ഈ ഒരു വൃത്തികേടും ഇല്ലാതെ ഈ കോൺസെപ്റ്റിനെ എടുത്തു വച്ചതും ദ ഫാക്ട് ദാറ്റ് മമ്മൂട്ടി ആക്ടഡ് ദിസ് റോൾ, അതുകൊണ്ടാണ് എൻ്റെ 15th റാങ്കിങ്ങിൽ ഞാൻ കാതൽ ദി കോർ കൊടുക്കുന്നത്. നമ്പർ 14 2018. ഒരു ഹൈപ്പും ഇല്ലാതെ ഒരു പ്രതീക്ഷയില്ലാതെ വന്ന് പെട്ടെന്ന് നമ്മളെ അത്ഭുതപ്പെടുത്തി അറ്റ് ദി എൻഡ് ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ച പടമാണ് 2018. മികച്ചൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിനെപ്പറ്റി കൂടുതൽ പറയേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. നല്ലൊരു വാച്ചായിരുന്നു. നമ്പർ 13 കന്നഡ സിനിമയാണ് ഹോസ്റ്റൽ ഉടുകാരു ബക്കഗിതാരെ. ഞാൻ ഇതിൻ്റെ റിവ്യൂ പറഞ്ഞു. ഇത് ഭയങ്കര വെറൈറ്റി സിനിമയാണ്. ഇറ്റ്സ് നോട്ട് എവറിബഡീസ് കപ്പ് ഓഫ് ടീ, ബട്ട് ദെൻ പേഴ്സണലി ഇറ്റ്സ് മൈ കപ്പ് ഓഫ് ടീ. ഞാൻ വളരെ അധികം ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റി വാച്ചാണ് ഹോസ്റ്റൽ ഉടുകാരു ബക്കഗിതാരെ. 12 ഫാലിമി. വീണ്ടും വലിയ ഹൈപ്പൊന്നും ഇല്ലാതെ വന്ന് ഒരു ഡീസൻറ്റ് പടമായിരുന്നു. പക്ഷേ തിയേറ്ററിൽ ചെന്ന് കണ്ടപ്പോൾ എന്തോ ഒരു ഹുക്കായി. നമ്മൾ ആ ഫാമിലിയുടെ ഒരു ഭാഗമായി മാറിയതുപോലെ തോന്നി. എൻ്റെ ശരിക്കും അധികം എൻജോയ് ചെയ്ത് കണ്ട ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു ഫാലിമി. ബേസിൽ, ജഗദീഷ്, മഞ്ജു പിള്ള എന്നിവരുടെയൊക്കെ സൂപ്പർ പെർഫോമൻസും വലിയ ഔട്ട് ഓഫ് ദ ബോക്സ് കോമഡി ഒന്നും ഇല്ലെങ്കിലും ഒരു ഗുഡ് ഫൺ വാച്ചായി ഈ വർഷം എനിക്ക് തോന്നിയ പടമാണ് ഫാലിമി. 11 OMG 2 ആണ്. ഹിന്ദി പടമാണ്. അക്ഷയ് കുമാർ ബോംബുകൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു കിടിലം പടം കൊണ്ടുവന്നു. ഒരു എക്സ്റ്റൻഡഡ് ക്യാമിയോ പോലെയാണ് അക്ഷയ് കുമാർ, പക്ഷെ ബ്രില്യൻ്റ്ലി പുൾ ഓഫ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അമിഷ് ത്രിവേദി എന്ന് പറഞ്ഞ ആക്ടറിൻ്റെ ഇതിലാണ് പോകുന്നത് സിനിമ. അടിപൊളി. ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ചെന്ന് കാണുക. എനിക്ക് ഒന്നും പറയാനില്ല. അടിപൊളി കോർട്ട് റൂം ഡ്രാമ ആയിരുന്നു OMG 2. വെരി സോഷ്യലി റിലവൻറ്റ് കണ്ടന്റ് നന്നായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. നമ്പർ 10 നൻപകൽ നേരത്തെ മയക്കം. ഈ വർഷം ഞാൻ കണ്ട ആദ്യത്തെ സിനിമയാണെന്നാണ് തോന്നുന്നത്. തിയേറ്ററിൽ ചെന്ന് കണ്ട നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മമ്മൂട്ടിയുടെ പെർഫോമൻസ്, LJPയുടെ മേക്കിംഗ്, അഗെയിൻ നോട്ട് എവരിബഡീസ് കപ്പ് ഓഫ് ടീ, പക്ക ഫെസ്റ്റിവൽ സ്റ്റെഫാണ്. ബട്ട് ദെൻ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. വളരെയധികം ലേഡും പല മീനിങ്സും ഉള്ളൊരു കഥയായിട്ടാണ് എനിക്ക് തോന്നിയത്. സോ ദാറ്റ് ഈസ് ഇൻ നമ്പർ 10. നമ്പർ 9 ഗരുഡൻ. ബിജു മേനോൻ, സുരേഷ് ഗോപി എന്നിവർ കിട്ടിലായിട്ട് അഭിനയിച്ചു വെച്ച ഒരു ട്രെയിലർ കണ്ടിട്ട് ഞാൻ പേഴ്സണലി ഭയങ്കര പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. ബട്ട് ദെൻ മിഥുൻ മാനുവൽ തോമസിൽ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആൻഡ് ഹി ഡെലിവേർഡ്. ചിലവർ 5-ാം പാതിരയ്ക്ക് മണ്ടയിലാണ് വയ്ക്കുന്നത്. ഐ സ്റ്റിൽ കൺസിഡർ 5-ാം പാതിര ആസ് ദ ബെസ്റ്റ് സൈക്കോ ത്രില്ലർ. പക്ഷേ മികച്ചൊരു സൈക്കോ ത്രില്ലർ. ഈ വർഷം ഇറങ്ങിയ ഏറ്റവും ബെസ്റ്റ് ത്രില്ലർ മലയാളത്തിൽ നിന്ന് നോ ഡൗട്ട് പറയാൻ പറ്റും ഗരുഡൻ. ആൻഡ് ദാറ്റ്സ് വൈ ഇറ്റ്സ് ഓൺ നമ്പർ 9. നമ്പർ 8 ചിറ്റ. ഭയങ്കര അധികം ഇമോഷണലി ഹുക്കാക്കി നമ്മളെ അങ്ങ് സിനിമയുടെ ഉള്ളിലോട്ട് കൊണ്ടുപോയി ഈ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യണ രീതിയിൽ വളർന്നൊരു പടമാണ്. സിദ്ധാർത്ഥ് തന്നെ പ്രൊഡ്യൂസ് ചെയ്ത പടം. സിദ്ധാർത്ഥിൻ്റെ അഭിനയം, ബാക്കിയുള്ള പിള്ളേർ ഗ്യാങ്ങിൻ്റെ അഭിനയം എല്ലാം കൊണ്ട് ഭയങ്കര ഉള്ളിലൊരു വിങ്ങൽ കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റിയൊരു പടമാണ് ചിറ്റ. ദാറ്റ്സ് വൈസ് ഓൺ നമ്പർ 8. നമ്പർ 7 കണ്ണൂർ സ്ക്വാഡ്. അഗെയിൻ മമ്മൂട്ടി. എൻ്റെ ടോപ്പ് 15 ലിസ്റ്റിൽ 3-ാമത്തെ പ്രാവശ്യമാണ് മമ്മൂട്ടി വരുന്നത്. പുള്ളിയുടെ ഫിലിമോഗ്രഫി വേറെ ലെവൽ എക്സെപ്റ്റ് വൺ തിങ്സ്, ക്രിസ്റ്റഫർ ലെറ്റ് ടു ഡൗൺ, സംഹാരമൂത്രി ഒഴിച്ച് പുള്ളി ചെയ്ത എല്ലാ പടങ്ങളും ഇഷ്ടപ്പെട്ടു. നമ്പർ 7 കണ്ണൂർ സ്ക്വാഡ് വയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫൈൻ ലൈൻ ബിറ്റ്വീൻ റിയലിസ്റ്റിക് സ്റ്റഫ് ആൻഡ് സിനിമാറ്റിക് സ്റ്റഫ്. അത് കറക്റ്റായിട്ട് കൊമേഴ്ഷ്യൽ എലമെൻറ്റ്സ് കൊണ്ടുവരേണ്ട അടുത്ത് കൊമേഴ്ഷ്യൽ എലമെൻറ്റ്സ് കൊണ്ടുവന്ന് തിയേറ്ററിൽ ഞാൻ ഫസ്റ്റ് ഡേ ചെന്ന് കണ്ട പടമാണ്. വേറെ ലെവൽ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. വൺ ഓഫ് ദി ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ഓഫ് ദിസ് ഇയർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നല്ല എൻഗേജിങ് ആയിട്ട്, വലിയ എക്സെപ്ഷണൽ ഒന്നും അല്ല, ബട്ട് ദെൻ അടിപൊളി പടമായിരുന്നു കണ്ണൂർ സ്ക്വാഡ്. നമ്പർ 6 മാർക്ക് ആൻ്റണി. അഗെയിൻ നോട്ട് എവരിബഡീസ് കപ്പ് ഓഫ് ടീ, ബട്ട് കൊമേഴ്ഷ്യലി ഈ ഭയങ്കര സക്സസ് ആയ പടമാണ്. ഇത് ഭയങ്കര ലൗഡ് പടമാണ്. തിയേറ്ററിൽ കയറി ചെവിയ കാഴ്ച അമ്മാതിരി ലൗഡ് മേക്കിങ്ങും ലൗഡ് BGM അമ്മാതിരി സെറ്റാണ് പടം. പിന്നെ SJ സൂര്യയുടെയും വിശാലിനെയും തകർത്ത അഭിനയം. SJ സൂര്യയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരേ പൊളി. നിങ്ങൾക്ക് അറിയാമല്ല, SJ സൂര്യയുടെ ഫാനാണ് ഞാൻ. ബട്ട് ദെൻ ഒരു രക്ഷയില്ലാത്ത പടം. ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് നന്നായി. അഡ്രിനാലിൻ പമ്പ്, അഡ്രിനാലിൻ റഷ് ഒക്കെ തരുന്ന ഒരു ടൈപ്പ് സ്റ്റഫായിരുന്നു. ഭയങ്കര ഭീകരമായിട്ട് ഞാൻ തിയേറ്ററിൽ എൻജോയ് ചെയ്ത പടമാണ് മാർക്ക് ആൻ്റണി. നമ്പർ 5 RDX. ഒരു വലിയ ഹൈപ്പൊന്നുമില്ല,
വലിയ ഹൈപ്പോട് വന്ന് കിങ് ഓഫ് കൊത്തേനെ മരത്തി അടിച്ച് ഓണം വിന്നറായി വിത്ത് ബിസിനസ് 100 crore എന്തോ കയറിയ സിനിമയാണ് RDX. മേക്കിംഗ് വൈസും ആൾക്കാരുടെ പെർഫോമൻസ് വൈസും കിടിലം പടമായിരുന്നു. നല്ല ഈ ബ്ലീഡ് അഭിനയിച്ച നീരജ് ആവട്ടെ, ഷെയ്ൻ ആവട്ടെ, ആന്റണി വർഗീസ് ആവട്ടെ, എല്ലാവരും, മഹിമ നമ്പ്യാരാവട്ടെ, എല്ലാവരും കിടിലമായിട്ട് അഭിനയിച്ച നല്ലൊരു ഔട്ട്പുട്ട് വന്ന കിടില ഒരു മാസ് അടി പടം. കാരണം ഇതിൽ കുറേ ഇമോഷൻസ് ഉണ്ടായിരുന്നു ഈ സിനിമയിൽ. അത് കറക്റ്റായിട്ട് ഹുക്ക് ഓൺ ചെയ്ത് ഇമോഷണലി കണക്ട് ചെയ്തതിന് ശേഷം മാത്രം അടി വെച്ച് അത്രത്തോളം എഫക്റ്റീവായിട്ട് ഓണത്തല്ല് തന്ന സിനിമയാണ് RDX. ദാറ്റ്സ് വൈ ഇറ്റ്സ് നമ്പർ 5. നമ്പർ 4 സപ്തസാഗരത ചെല്ലോ. ഇത് ഞാൻ സൈഡ് എനെ പറ്റി ഞാൻ പറയുന്നുള്ളൂ. സൈഡ് ബി അൺഫോർച്ചുനേറ്റ്ലി ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. ബട്ട് നല്ല പോസിറ്റീവ് റിവ്യൂസ് ആണ്. അത് ഇറങ്ങിക്കഴിഞ്ഞാലും ഞാൻ ഐ വുഡ് സ്റ്റിൽ ബി കീപ്പിംഗ് ഇറ്റ് ഇൻ നമ്പർ 4. കാരണം അത്രയ്ക്ക് പോയറ്റിക്കായിട്ട്, അത്രയ്ക്ക് വീണ്ടും ഇമോഷണലി നല്ല രീതിയിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തോന്നും അവരെ. അത്രയ്ക്ക് റിയലിസ്റ്റിക് ആയിട്ട്, അത്രയ്ക്ക് നന്നായിട്ട് എടുത്തു വെച്ചിരുന്ന പടമാണ്. മികച്ച പെർഫോമൻസുകളും, രുക്മിണി വസന്തിൻ്റെയും രക്ഷിത് ഷെട്ടിയുടെയും കിടിലം പെർഫോമൻസ്. ഇറ്റ്സ് എ പോയറ്റിക് സ്റ്റഫ് ബട്ട് റൊമാൻറ്റിക് ട്രാജഡി കുറേ നാളുകൾക്ക് ശേഷം കണ്ട് എനിക്ക് തോന്നുന്നില്ല ഒരു ഇന്ത്യൻ സിനിമ 2 പാർട്ടായിട്ട് ലവ് സിനിമ ഇറക്കിയിട്ടുണ്ട്. കറക്റ്റ് മീ ഇഫ് ഐ ആം റോങ്. പക്ഷെ അത് ബ്യൂട്ടിഫുള്ളി പുൾ ഓഫ് ചെയ്തതുകൊണ്ട് തന്നെയാണ് സപ്തസാഗരത ചെല്ലോ നമ്പർ 4 ഇൻ മൈ ലിസ്റ്റ്. ആൻഡ് ദെൻ നൗ വി ഹെഡ് ടു ടോപ്പ് 3. ഈ വർഷം ഞാൻ ഏറ്റവും ഭീകരമായിട്ട് ആസ്വദിച്ച 3 പടങ്ങൾ. ആൻഡ് കോൺട്രവേഴ്ഷ്യലി ഇനഫ് 3ാം സ്ഥാനത്ത് ഞാൻ വയ്ക്കുന്നത് ആനിമലിനെയാണ്. യെസ്, കുറേ പേർക്ക് നെറ്റിയൊക്കെ ചുളുങ്ങി കാണും. ബട്ട് ദെൻ ഞാൻ ഈ സിനിമയുടെ പൊളിറ്റിക്സോ ഇതിലൂടെ പുള്ളി കൺവേ ചെയ്യാൻ നോക്കുന്നതോ അത് നോർമലൈസ് ചെയ്യണതിനൊക്കെ എതിരാണ്. ഈ സിനിമ കൺവേ ചെയ്യണതിനെതിരാണ്. ബട്ട് ദെൻ ഈ സിനിമ തന്ന സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഇൻ തിയേറ്റേഴ്സ് അടിപൊളി, വേറെ ലെവലായിരുന്നു. ഞാൻ ALS Plex Audio One ഏറ്റവും ബിഗ്ഗസ്റ്റ് സ്ക്രീനിലാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ കിടിലം ക്ലൈമാക്സ് ആവട്ടെ, ഇൻ്റർവെൽ ബ്ലോക്ക് ആവട്ടെ, ഫസ്റ്റ് ഹാഫ് ആവട്ടെ, ഈ സെക്കൻഡ് ഹാഫിൽ കുറച്ച് ലാഗ് മാറ്റി നിർത്തിയ ഒരു കിടിലൻ ഗംഭീര തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് തന്ന പടമായതുകൊണ്ട് ഐ കീപ് ഇറ്റ് ഇൻ നമ്പർ 3. നമ്പർ 2 ജയിലർ. നെൽസന്റെ കഴിഞ്ഞ പടം ബീസ്റ്റ് 1 നിരാശ. കുറേ വർഷമായിട്ട് പേട്ടയ്ക്ക് ശേഷം നിരവധി ബോംബുകൾ പൊട്ടിച്ച രജനീകാന്ത്. എവറിത്തിങ് വാസ് അറ്റ് സ്റ്റേക്ക് ബട്ട് എവറിത്തിങ് ടേൺഡ് ഔട്ട് ടു ബി ഗുഡ്. ഒരു രക്ഷയില്ലാത്ത തിയേറ്റർ എക്സ്പീരിയൻസ്. ഈ വർഷം കണ്ട ഏറ്റവും ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് തന്ന പടമാണ് ജയിലർ. ഒരു രക്ഷയില്ലാത്ത തിയേറ്റർ എക്സ്പീരിയൻസ്. രജനീകാന്തിന്റെ ഗെറ്റ് രജനിഫൈഡ് ഇവിടെ കിട്ടി എന്ന് പറഞ്ഞാൽ മാസ് പടം എങ്ങനെ എടുക്കണം, എങ്ങനെ ഹീറോസിനെ പോർട്രേറ്റ് ചെയ്യണം. ശിവരാജ് കുമാറിനെ, മോഹൻലാലിനെയൊക്കെ പോർട്രേ ചെയ്ത് ഇന്ന രജനീകാന്ത് ഫിലിം, വിനായകന്റെ കിടില അഭിനയം, അൾട്ടിമേറ്റ്ലി ഭയങ്കര ഔട്ട്പുട്ട്. ഇതിനെപ്പറ്റി ഒരു ഇതുമില്ല. ബെസ്റ്റ് ആൽബം. അനിരുദ്ധിന്റെ കരിയർ ബെസ്റ്റ് ഞാൻ പറയില്ല, കരിയർ ബെസ്റ്റ് ഐ സ്റ്റിൽ കീപ്പ് വിക്രം. ബട്ട് ദെൻ ഈ സിനിമയ്ക്ക് എന്ത് വേണോ ഇത്രയുള്ള സിനിമയെ ഇവിടെ കൊണ്ടെത്തിച്ച അനിരുദ്ധിന്റെ BGM എലിവേഷൻ അറ്റ് ഇറ്റ്സ് പീക്ക്. കിടില എക്സ്പീരിയൻസ്. ദാറ്റ്സ് വൈ ഇറ്റ്സ് ഓൺ നമ്പർ 2. നൗ ഓൺ ടു ഓണറബിൾ മെൻഷൻസ്. നേര്, പെൻഡുലം, വാലാട്ടി, ഇരട്ട, ഹിന്ദി ദൃശ്യം, മാവീരൻ, രോമാഞ്ചം, ചതുരം, റോക്കിയോ റാണി കി പ്രേം കഹാനി, നെയ്മർ, എവറിത്തിങ് എവറിവെയർ ഓൾ അറ്റ് വൺസ്, പോർത്തൊഴിൽ, തങ്കം, മാളികപ്പുറം, അവതാർ, അറ്റൻഷൻ പ്ലീസ്, പൂക്കാലം, പാച്ചും അത്ഭുത വിളക്കും, വിടുതലൈ, അൻ ആക്ഷൻ ഹീറോ, ഹിറ്റ് 2, പട്ടാൻ, ഭേഡിയ, അധീന, കൊറോണ പേപ്പേഴ്സ്, വെൽക്കം ഹോം, ഓൾ ക്വൈറ്റ് ഇൻ ദ വെസ്റ്റേൺ ഫ്രണ്ട്, പുരുഷപ്രേതം. ആൻഡ് നമ്പർ 1 എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം, അൺഡൗട്ടഡ്ലി അമംഗ് ഓൾ ലാംഗ്വേജസ് ഞാൻ പറയും ജിഗർദണ്ഡ XX ആണ്. ഇത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പടം ഈ ഇടക്കാലത്ത് ഞാൻ കണ്ടിട്ടില്ല. അത്രയ്ക്ക് പോയറ്റിക്, അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ. മാസ്, ആക്ഷൻ, ഇമോഷണൽ ഹുക്ഡാക്കി കണക്ട് ചെയ്ത് ഇമോഷണൽ രംഗങ്ങൾ. ഫസ്റ്റ് ഹാഫ് ഒരു കാർത്തിക് സുബ്രാജ് പണലും, സെക്കൻഡ് ഹാഫ് കാർത്തിക് സുബ്രാജ് വിത്ത് മാരി സെൽവരാജ് കൊലാബ് പോലെ ഇരുന്നൊരു പടം. ഭീകരമായിട്ടുള്ള പൊളിറ്റിക്സ് കറക്റ്റ് രീതിയിൽ കൺവേ ചെയ്ത് ഒരു വേറെ ലെവൽ എക്സ്പീരിയൻസ് തന്ന പടമാണ്. ആൻഡ് ഐ വെരി മച്ച് റിഗ്രറ്റ് നോട്ട് വാച്ചിങ് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ്. പക്ഷേ സാഹചര്യങ്ങൾ അങ്ങനെ ആയിപ്പോയി. അവസാന മാസം വരെ ഇത് OTT റിലീസ് ചെയ്യണത് വരെ ഞാൻ വിചാരിച്ച് ഈ ഒരു ലിസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ജയിലർ ആയിരിക്കും ഞാൻ കീപ്പ് അറ്റ് നമ്പർ 1. ബട്ട് ദെൻ ഐ വാസ് കംപ്ലീറ്റ്ലി റോങ്. അതിനെ നമ്പർ 2 തള്ളി ജിഗർദണ്ഡ കയറി വന്നു.
ഇതൊന്ന് റിലീസ് ചെയ്തെങ്കിൽ ഞാൻ എങ്ങനെയാണെങ്കിലും ഇത് തിയേറ്ററിൽ ചെന്ന് കാണും. അമ്മാതിരി വൈബ് പടം, ഈ വർഷത്തെ ബെസ്റ്റ് വാച്ച്. അപ്പോൾ അത്ര തന്നെ. ഇതാണ് എൻ്റെ ലിസ്റ്റ്. നിങ്ങൾക്കുള്ള ലിസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ വളരെയധികം നന്ദി. വേഴ്സ്റ്റ് ആൻഡ് ഡിസപ്പോയിൻറ്റിംഗ് ഫിലിംസ്, ആവറേജ് ഫിലിംസ് എന്നിവയുടെ ലിസ്റ്റുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ അടുത്തൊരു വീഡിയോയിൽ കാണാം.